ഹായ്, എല്ലാവർക്കും D1 ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു അച്ചാറാണ് കാണിക്കാൻ പോകുന്നത്. മാങ്ങയും ക്യാരറ്റും കൂടെ അച്ചാറിടുന്നത്. അപ്പം ഞാൻ മാങ്ങയും ക്യാരറ്റും ഒക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാം. അങ്ങനെ ഞാൻ ക്യാരറ്റും മാങ്ങയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങ കട്ടി കുറച്ചിട്ട് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ക്യാരറ്റും അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് ഉപ്പ് പുരട്ടി വെക്കാം. അങ്ങനെ മാങ്ങയും ക്യാരറ്റും ഉപ്പ് പുരട്ടാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് 2 സ്പൂൺ അത്യാവശ്യം ചേർത്ത് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അരിയുന്ന ഒരു നേരം മാത്രം ഇത് ഉപ്പ് പുരട്ടി വെച്ചാൽ മതി. അങ്ങനെ മാങ്ങയും ക്യാരറ്റും ഒക്കെ ഉപ്പ് പുരട്ടി വെച്ചു. ഇതിനി ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു കുടം വെളുത്തുള്ളി, വലിയ അല്ലി വെളുത്തുള്ളിയൊക്കെ ഞാൻ നടുവേ മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7 പച്ചമുളക്, ഇച്ചിരി എരിവുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അങ്ങനെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഒഴിച്ചത്. പിന്നെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇനി എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെളുത്തുള്ളി ചേർത്ത്. അങ്ങനെ ഞാൻ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കിന് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും കൂടെ ചേർത്തായിരുന്നു. ഇതിനിടയ്ക്കൊന്ന് കറണ്ട് പോയി ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ ചേർക്കുന്നത് കാണിക്കാൻ പറ്റാഞ്ഞത്. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കറണ്ട് അങ്ങനെ വീണ്ടും എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് എല്ലാം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു ചെറിയ ടീസ്പൂണ് ഉലുവാപ്പൊടി ഇട്ടു, കായപ്പൊടി ഇട്ടു. ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കിന് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു. മാങ്ങയുടെ പുളി അനുസരിച്ച് വിനാഗിരി ഒഴിച്ചു. ആ വിനാഗിരി അതിൻ്റെ മിക്സെല്ലാം കൂടി ഇപ്പം ഞാൻ മാങ്ങയിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങയിലേക്കും ക്യാരറ്റിലേക്കും ഉപ്പും പുളിയും കുറച്ചും കൂടി പിടിക്കുമ്പോൾ നമ്മളൊന്ന് നോക്കിയിട്ട് ഉപ്പും പുളിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് എളുപ്പം നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നമ്മൾ മാങ്ങയും ക്യാരറ്റും ഒന്നും വേവിക്കുന്നില്ല. കടുക് താളിച്ച് ഇതിനകത്ത് ചേർത്ത് ഉപ്പും വിനാഗിരിയൊക്കെ ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.